മാളവിക, മാളവിക. ഹൗ ആർ യു മാളവിക? ഓക്കെ അല്ലേ താൻ? എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ജോബിൻ. ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. ഡെയ്സി ടീച്ചറുടെ ഓർമ്മയുണ്ട്. ഡോക്ടർ എന്നാ വന്നത്? ഞാൻ വെറുതെ തന്നെ ഒന്ന് കാണാൻ. ഇന്നലെ അങ്ങനൊരു മൂഡിൽ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. മമ്മിയും കൂട്ടിയുള്ള എൻ്റെ സെക്കൻഡ് വിസിറ്റായിരുന്നു ഇന്നലത്തേത്. ആദ്യം വന്നപ്പോഴും മാളവികയെ കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല. ഇന്നലെ പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും. എക്സ്ക്യൂസ് മീ, ഇന്നലത്തെ അതേ സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോഴും. സോ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്ക് തനിച്ചാകുന്നതാ ഇഷ്ടം. ഇറ്റ്സ് ഓക്കെ. ഞാൻ മാളവികയെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എനിക്ക് മാളവികയോട് പറയാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ? അതെ മാളവിക, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം ഓഫ് കോഴ്സ് തൻ്റെ ഫ്രണ്ടിനെ പറ്റിയാ, അപൂർവയെ പറ്റി. താൻ സംശയിക്കണ്ട. മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിനോ പ്രേരണയ്ക്കോ വഴങ്ങിയല്ല ഞാനിവിടെ വന്നത്. തനിക്കെന്നെ വിശ്വസിക്കാം. ഒരു കാര്യം കൂടി തൻ്റെ അറിവിലേക്ക് പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ നിമിഷം വരെ എന്താണ് തൻ്റെ ഫ്രണ്ട് അപ്പുവിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിട്ടും ഞാനൊരു ഉറപ്പ് മാളവികയ്ക്ക് തരുന്നു. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം തീർച്ചയായും അപ്പുവിൻ്റെ ഗുണത്തിനായിട്ടുള്ള കാര്യമാണ്. അപ്പുവിൻ്റെ മാത്രമല്ല, തൻ്റെയും. ബിലീവ് മീ. ശരി, എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? സോറി, പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു ആംബിയൻസിൽ വെച്ച് സംസാരിക്കാനുള്ളതല്ല. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? മാളവിക, നമുക്ക് വെറുതെ ഒരു ഡ്രൈവിന് പോയാലോ? കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. സോറി, ഡോക്ടർക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിവിടെ വെച്ചാവാം. പുറത്തേക്ക് ഞാനില്ല. ഓ, വീട് വിട്ട് പുറത്തു പോവില്ലെന്നാണല്ലോ ശബ്ദം അല്ലേ? ഞാൻ മറന്നു. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു വാശിക്ക് വേണ്ടി വീട്ടുകാരോട് പറഞ്ഞ വാക്കാണോ, അതോ സ്വന്തം ജീവന തുല്യം സ്നേഹിക്കുന്ന ഫ്രണ്ടിൻ്റെ നന്മയാണോ വലുതെന്ന് മാളവികയ്ക്ക് തീരുമാനിക്കാം. ഇവിടെ വെച്ച് എന്തുകൊണ്ട് ആ വിഷയം സംസാരിച്ചുകൂടാ എന്നാണ് തൻ്റെ മറു ചോദ്യമെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. ചിലപ്പോൾ നമ്മൾ രണ്ടാളും അപ്പുവിനെ നേരിൽ കണ്ടെന്നിരിക്കും. ഇനി എന്ത് വേണമെന്ന് മാളവിക തീരുമാനിച്ചാൽ മതി. തൻ്റെ വാശിയേക്കാൾ വലുതാണ് അപ്പുവിൻ്റെ കാര്യമെന്ന് മാളവികയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ കൂടെ വരാം. ഞാൻ താഴെ വെയിറ്റ് ചെയ്യും, മാളവിക വരുമെന്ന പ്രതീക്ഷയോടെ. ഓക്കെ? എന്തായി ജോവിൻ, മാളുമായിട്ട് സംസാരിച്ചോ? യെസ്, രാവിലെ അങ്കിളും ആൻറ്റിയും പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ഒന്ന് സംശയിച്ചിരുന്നു. മാളവികയ്ക്ക് ഒരു കൗൺസിലിംഗ് വേണ്ടി വരുമെന്ന്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആള് പെർഫെക്റ്റ് ഓക്കെയാണ്. മാളു ജോബിന്റെ അടുത്ത് സംസാരിച്ചോ? പിന്നല്ലാതെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അതെന്താ അസുഖാ ഡോക്ടറെ? വീട്ടുകാരോട് മിണ്ടാട്ടം ഇല്ലാണ്ടിരിക്കുകയും വിരുന്നുകാരോട് സംസാരിക്കുകയും ചെയ്യുന്നത്, അതിന് വല്ല മരുന്നോ മന്ത്രോ ഉണ്ടോ? ഏതായാലും ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല മുത്തശ്ശി. പിന്നെ മന്ത്രം, അത് നിങ്ങൾ പരീക്ഷിച്ചാണല്ലോ. എന്തായാലും മുത്തശ്ശി പേടിക്കണ്ട, നമുക്കിത് മരുന്നില്ലാതെ തന്നെ ചികിത്സിച്ച് മാറ്റാന്നേ. പിന്നെ അങ്കിൾ, ഞാൻ മാളവികയും കൂട്ടി ഒന്ന് പുറത്ത് പോവാ. ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? എന്തിന്?
ഒരു വിരോധമില്ല. അല്ല, അവള് വരാന്ന് ജോബിനോട് സമ്മതിച്ചോ? അങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും മാളവിക വരുമെന്ന എൻ്റെ പ്രതീക്ഷ. പിന്നൊരു കാര്യം, മാളവിക എൻ്റെ ഒപ്പം എവിടേക്കാണ് വന്നതെന്നോ എന്താണ് സംസാരിച്ചതെന്നോ നിങ്ങളായിട്ട് ഒരിക്കലും നിർബന്ധിച്ച് ആ കുട്ടിയോട് ചോദിക്കരുത്. തിരിച്ച് മാളവികയായിട്ട് തന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ പോകരുത്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണം. ജോബിൻ, എല്ലാം മോൻ പറയുന്നത് പോലെ ഞങ്ങളായിട്ടിനി അവളെ ഒന്നിനും പ്രഷർ ചെയ്യില്ല. എങ്ങനെയെങ്കിലും അവളൊന്ന് പഴയ രീതിയിലായാൽ മതി ഞങ്ങൾക്ക്. അത് ഞാൻ ഉറപ്പ് തരുന്നു. പോരെ? ആ, എന്നാ പിന്നെ നമുക്ക് പോയാലോ മാളവിക? അപ്പോ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. അങ്കിൾ. ശരി ജോബിൻ. എന്നാലും ഇതൊരു വല്ലാത്ത സൂക്കേടായിപ്പോയി അച്യുതി. ഒടുക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരുന്നാ മതി. കാലം വല്ലാത്തതാണേ, അത് ഓർമ്മ വേണം. കൊള്ളാലോ. ഞങ്ങളുടെ വിശാലമായ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പറിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ചൂടുള്ള വിഭവങ്ങളുമായി ഈ നഗരവീതിയിലൂടെ താനും തൻ്റെ ഈ പടക്കുതിരയും തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കട്ടെ. താങ്ക് യു ബ്രോ. അതെ, ഇതൊക്കെ ആയിട്ട് ഇവിടെ കുറ്റിയടിച്ചിരുന്ന ഓർഡർ വന്ന് നമ്മുടെ ഫോണിൽ കയറില്ല. നല്ല കുറച്ച് റെസ്റ്റോറൻറ്റുകളുടെ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കണം, എന്നാലേ ഗുണമുണ്ടാവും. ആ, വലിയ രീതിയിൽ ഗുണം ഉണ്ടാവാൻ വേണ്ടിയൊന്നുമല്ല. ചുമ്മാ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഈ ബോറടി ഒന്ന് മാറിക്കിട്ടണം. വെറുതെ ഒരു ടൈം പാസ്, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആഹാ, അത് പൊളിച്ചു. ടൈം പാസിന് വേണ്ടി ജോലി സമ്പാദിച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക.